നമസ്കാരം. പെല്ലറ്റ് ഗണ്ണും AK-47 തോക്കുകളും ഇന്ത്യൻ യുവജനതയ്ക്ക് നേരെ പ്രയോഗിച്ചത് ആരാണ്? അവർക്കതിനുള്ള അധികാരം നൽകിയതാരാണ്? ഇന്ത്യൻ ജനാധിപത്യത്തിന് നാണക്കേടായ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരെല്ലാമാണ്? നിരവധി ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അധികാരികൾ ഉത്തരം നൽകിയേ മതിയാകൂ. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തേ മതിയാകൂ. പെല്ലറ്റ് ഗൺ തിരിച്ചടിക്കുമോ? ട്രയാങ്കിളിൻ്റെ നിലപാടിലേക്ക് സ്വാഗതം. ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തി ആയുധങ്ങളിലല്ല, ജനങ്ങളുടെ ശബ്ദത്തെ കേൾക്കാനുള്ള ഭരണകൂടത്തിൻ്റെ മനോഭാവത്തിലാണ്. വിദ്യാർത്ഥി സമൂഹം ഒരു രാജ്യത്തിൻ്റെ ഭാവിയാണ്. ആ ഭാവിയെ പെല്ലറ്റ് ഗണ്ണുകളോ AK-47 തോക്കുകളോ ഉപയോഗിച്ച് നിശബ്ദമാക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ തന്നെ തെറ്റായി മനസ്സിലാക്കുന്നതാണ്. ഈ ശബ്ദങ്ങളെ രാജ്യവിരുദ്ധമായി ചിത്രീകരിക്കുകയോ ബലപ്രയോഗത്തിലൂടെ അടിച്ചമർത്തുകയോ ചെയ്യുന്നതിന് പകരം അവയെ കേൾക്കുകയും പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യേണ്ടത് ഭരണകൂടത്തിൻ്റെ കടമയാണ്. യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് വെടിയുണ്ടകൾക്ക് മറുപടി പറയാനാകില്ല. സംവാദത്തിനും വിശ്വാസത്തിനും മാത്രമേ അതിന് കഴിയൂ. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: അടിച്ചമർത്തലിലൂടെ ഒരു ആശയത്തെയും എന്നേക്കുമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വാതന്ത്ര്യസമര കാലം മുതൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇന്ത്യയുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിനാൽ യുവജനങ്ങളുടെ സമരങ്ങളെ ശത്രുതയോടെയല്ല, ജനാധിപത്യ ബോധത്തോടെയും ഭരണഘടനാപരമായ ഉത്തരവാദിത്വത്തോടെയും സമീപിക്കേണ്ടതാണ്. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥി സമൂഹം പാർട്ടിയുടെ നേതൃത്വത്തിൽ അണിനിരന്നപ്പോൾ അസഹിഷ്ണുതയോടെ കാണേണ്ട കാര്യമില്ല. വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ രംഗം മാറുന്ന സാഹചര്യത്തിലാണ് സമരവുമായി വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത്. അവരുടെ ആവശ്യം തികച്ചും ന്യായമാണെന്ന തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മനസ്സുകൊണ്ടെങ്കിലും പിന്തുണ നൽകിയത്. അതാണ് ആ സമരം വിജയത്തിലെത്തിയതും. അത്തരമൊരു സമരത്തെയാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് അടിച്ചമർത്താമെന്ന് സർക്കാർ വ്യാമോഹിച്ചത്. ഡൽഹിയിൽ സമരം നടത്തുന്ന വിദ്യാർത്ഥി സമരത്തിന് നേരെ പോലീസ് നടപടിയുണ്ടായ സാഹചര്യത്തിൽ 12 പോലീസുകാർക്കാണ് പെല്ലറ്റ് ഗൺ അനുവദിച്ച് നൽകിയത്. ഇതിൽ ഒരു പോലീസുകാരനാണ് പെല്ലറ്റ് ഗൺ വിദ്യാർത്ഥികൾക്ക് നേരെ പ്രയോഗിച്ചത്. 7 റൗണ്ട് വെടിയുർത്തതിൽ 5 റൗണ്ടും വിദ്യാർത്ഥികൾക്ക് നേരെയായിരുന്നു. ഇതിലാണ് വിദ്യാർത്ഥികൾക്കും മാധ്യമപ്രവർത്തകനും പരിക്കേറ്റത്. കണ്ണിൽ കൊണ്ടാൽ കാഴ്ച നഷ്ടപ്പെടുകയും ഇടനെഞ്ചിലേറ്റാൽ മരിക്കുകയും ചെയ്യുന്ന മാരകശക്തിയുണ്ട് പെല്ലറ്റ് ഗണ്ണിന്. എന്നിട്ടും അത് പ്രയോഗിച്ചതിനെ എങ്ങനെ ന്യായീകരിക്കാനാകും? ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ പതാകയേന്തി ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ച് അക്രമത്തിന് തയ്യാറായി വന്നവർക്ക് നേരെ പെല്ലറ്റ് ഗൺ ഇതിനു മുമ്പ് പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെയാണോ ഈ സംഭവം? ഇന്ത്യൻ പതാകയേന്തി ന്യായമായ ആവശ്യങ്ങൾക്ക് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഇതുമായി താരതമ്യം ചെയ്യാനാവില്ല. ഗൗരവതരമായ തെറ്റാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് പരിഹരിച്ചേ മതിയാവൂ. ഇല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയും ഇന്ത്യയുടെ ജനാധിപത്യത്തിന് കളങ്കമേൽക്കുകയും ചെയ്യും. രാജ്യത്തിൻ്റെ പുരോഗതി യുവജനങ്ങളുടെ ഊർജത്തിലും സ്വപ്നങ്ങളിലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ആ ഊർജത്തെ അടിച്ചമർത്താതെ രാഷ്ട്ര നിർമ്മാണത്തിനായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഭരണമാണ് ശക്തമായ ജനാധിപത്യത്തിൻ്റെ അടയാളം. അതിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഇന്ത്യ നേരിടുന്ന സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രതിസന്ധികൾ കൂടുതൽ ഗുരുതരമാകുന്ന ആശങ്കയുയരുന്ന കാര്യത്തിൽ തർക്കമില്ല. അഭിപ്രായ വ്യത്യാസങ്ങളെ ബഹുമാനിക്കുക, പ്രതിഷേധങ്ങളെ സംവാദത്തിലൂടെ പരിഹരിക്കുക, ഭരണഘടനയുടെ ആത്മാവിനെ സംരക്ഷിക്കുക, യുവജനങ്ങളുടെ ശബ്ദത്തെ കേൾക്കുക. കാരണം ജനങ്ങളെ കേൾക്കുന്ന ഭരണകൂടങ്ങളാണ് ചരിത്രത്തിൽ നിലനിൽക്കുന്നത്. ജനങ്ങളുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഭരണകൂടങ്ങളെ
ചരിത്രം ഒരിക്കലും മഹത്വവൽക്കരിച്ചിട്ടില്ല എന്നോർക്കുന്നതും നല്ലതാണ്. അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.